ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചക്ക പറിക്കാൻ പോകട്ടെ. നമ്മളെ പറമ്പിൽ തന്നെയുള്ള ചക്കയാണ്. ഒരു കുഞ്ഞ് ചക്ക താഴെ ഉണ്ട്, അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ നമുക്ക് ചക്ക പറിക്കാൻ പോകാം. അതാണ് നമ്മളെ പ്ലാവ് കിട്ടാം. നമുക്ക് ചക്ക പറിക്കാം. ഹലോ, അപ്പോൾ നമ്മൾ ചക്ക പറിക്കാൻ പോകണം. അപ്പോൾ ഇവിടെ ഒരുപാട് ചക്കകളുണ്ട്. ഇതൊക്കെ മൂപ്പായിട്ടില്ല കേട്ടോ. അപ്പോൾ മൂപ്പായ ചക്ക ഇതാണ്, ഒരു കുഞ്ഞി ചക്കയെ കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചക്കയാണ് പറിക്കേണ്ടത്. കണ്ടോ, ഈ ചക്ക പറിച്ചിട്ട് വേണം നമുക്ക് പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചക്ക പറിക്കാം. നമ്മൾ ചക്ക പറിച്ചെടുക്കാൻ പോകുന്നത് കയ്യിൽ കിട്ടുമെന്നല്ല, ചിലപ്പോൾ താഴെ പോവും. നമുക്കൊന്ന് നോക്കാം. ചക്ക പൊട്ടിക്കുകയാണ്. വളരെ വിദഗ്ധമായിട്ട് നമ്മളെ ചക്ക കിട്ടിയിട്ടുണ്ട്. മറ്റ് ചക്കക്കൊന്നും ഒരു കേടുപാടില്ലാതെ നമുക്ക് എടുത്തെടുക്കണം. ഇങ്ങനെ നമ്മളെ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക പറിച്ചിട്ട് കുറച്ച് നേരം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറയൊക്കെ ഒന്ന് ഒലിച്ച് പോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക എടുത്തിട്ട് മുറിക്കണം. അപ്പോൾ അതാട്ടെ നമ്മുടെ ചക്ക ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളെ കുരുമുളകിൻ്റെ ചുവട്ടിലാട്ടോ. അപ്പോൾ നമ്മളാണ് കുരുമുളക് കേട്ടോ. ഇതാണ് നമ്മളെ കുരുമുളകിൻ്റെ. ഇത് നമ്മൾ വർഷത്തിൽ എല്ലാ ടൈമിലും നമുക്കിതിൽ വിളവെടുക്കാം. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുള്ളൊരു കുരുമുളകാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ കണ്ടില്ല, ഇപ്പോൾ നമ്മൾ തിരി ഇട്ട് വരുന്നുണ്ട്. പിന്നെ ഏകദേശം ആയതുകൊണ്ട് എന്താ പാകം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുകളിൽ കണ്ടാൽ പറിക്കാനായതുകൊണ്ട്. അപ്പോൾ നമുക്കൊരു പ്രത്യേകത ഉള്ള കൂടിയാണ് നമ്മളെ കുരുമുളകിൽ. എല്ലാ സമയത്തും നമുക്കിതിന് കുരുമുളക് കിട്ടുന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. പിന്നെ ഇത് കുരുമുളകിൽ കൂടെ തന്നെ നമ്മളൊരു മത്തം കൂടി പടർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഇവിടുന്ന് കയറ് വെച്ചിട്ട്, ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കയറ് വെച്ചിട്ട് നമ്മൾ ടെറസിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. മത്തൻ കായം കൂടി ഉണ്ടാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ചെറിയ ചെറിയ കൃഷികളും കൂടി ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വിത്ത് ഇട്ടിട്ട് തൈയായിട്ടുണ്ട്. നമ്മളെ പയറും പിന്നെ തക്കാളിയൊക്കെയാണ്. അപ്പോൾ ഇനി അതൊക്കെ മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാനുണ്ട്. തക്കാളി, പയർ, പിന്നെ മുളക് ഒക്കെ കേട്ടോ നമ്മൾ ചെയ്തത്. ഇവിടെ കാണില്ല, നമ്മളെ കുഞ്ഞ് കൃഷികളാണ്, കൃഷിത്തോട്ടാണ്. പിന്നെ നമ്മളൊരു കരിവേപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തൈയായിട്ട് വെച്ചപ്പോൾ ഒരു 3 മാസം കൊണ്ട് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റി. നമ്മളിതിന് മെയിനായിട്ട് കറിവേപ്പിന് ചെയ്തത് കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, പിന്നെ മീൻ കഴുകിയ വെള്ളം, അതാട്ടോ നമ്മളിതിന് ഒഴിച്ചു കൊടുക്കാറ്. ഇപ്പം നമ്മൾ പുതിയ വീടായതുകൊണ്ട് പുതിയ തൈ വെച്ചതാണ്. പക്ഷെ പെട്ടെന്ന് അത് ഉണ്ടായി എന്നുള്ളതാണ്. ഒരു 3 മാസം കൊണ്ട് നന്നായിട്ട് പിടിച്ചു, നല്ല ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീര കേട്ടോ, നമ്മുടെ വീഡിയോയിൽ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു നമ്മളെ ചീരയാണിത്. നമ്മൾ കട്ട് ചെയ്തിരുന്നു, കുറേ കട്ട് ചെയ്ത് നമ്മൾ ചീര എടുത്തിരുന്നു. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ എടുത്തിട്ടില്ല. ഇന്നോ നാളെ ആയിട്ട് നമുക്ക് ചീര പൊട്ടിച്ചെടുക്കണം. ഇതിൽ കണ്ടോ ഒരുപാട് നമ്മൾ പൊട്ടിച്ചെടുത്തതിൻ്റെ പാടുകളൊക്കെ ഇതിലിങ്ങനെ കാണാൻ കണ്ടോ. ഇവിടെ നിന്നൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്താണ്. ഓരോ ആഴ്ചയിലും നമ്മൾ പൊട്ടിച്ചെടുക്കാറുണ്ട്. ഇതൊക്കെ അവിടുന്ന് പൊട്ടിച്ചെടുത്തതിൻ്റെ ഉണ്ട് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ ചീര നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ. ഈ ആഴ്ചയിൽ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഈ ആഴ്ചയിൽ നമ്മൾ പൊട്ടിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് പൊട്ടിച്ചത്. നിങ്ങൾക്ക് കാണാമല്ലേ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മളിത് പൊട്ടിച്ചതിൻ്റെ പാടുകളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതൊരു ഒറ്റ മരമാണ് കേട്ടോ. ഇത് ഈ ഒരു മരത്തിൽ നിന്നാണ് കേട്ടോ നമ്മൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഓരോ ആഴ്ചയിലും നമുക്ക് ഉപ്പേരിയാണെങ്കിലും കറി വെക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരൊറ്റ മരത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ട് അപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ ചീരകൃഷിയും പിന്നെ നമ്മൾ തക്കാളി, വെണ്ട, പയർ ഇതൊക്കെ കൃഷി ചെയ്തേക്കുന്നത്. നമ്മളെ ഈ വീടിൻ്റെ സൈഡിലായിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ നേരെ വീടിൽ നിന്ന് ഇവിടേക്ക് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു റോഡുണ്ട്. റോഡിൻ്റെ അപ്പുറം പാടമാണ് കേട്ടോ. പാടത്ത് അവിടെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ദിവസം പറ്റിയാൽ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വീഡിയോ എടുത്തിട്ട് കാണിക്കാം. പിന്നെ ഉണ്ടോ ഇവിടെയൊക്കെ ഇത് നമ്മുടെ സ്ഥലമല്ല, പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയാണ്. നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ പാടായപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ തണ്ടപ്പഴം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ അങ്ങനത്തെ കൃഷികളൊക്കെ വന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നാട് നല്ല, നമ്മൾ നാട്ടും പുറത്തായതുകൊണ്ട് നല്ല പ്രകൃതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഇവിടെ ആസ്വദിക്കാൻ പറ്റും. വലിയ മലകളുണ്ട്, സൗകര്യങ്ങളുണ്ട്, വണ്ടി പോകുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് ബസ്സൊക്കെ പോകുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ കണ്ടോ കുറേ കവുങ്ങുകൾ. നമുക്കുണ്ട് 2-3-4 കവുങ്ങൊക്കെ ഇതിൽ അടക്ക ഉണ്ടാവാറുണ്ട്. നമ്മൾ പറിക്കും. പിന്നെ നമ്മളിവിടെയൊക്കെ കവുങ്ങുകളായതുകൊണ്ട് തന്നെ നമുക്ക്
വേനൽക്കാലം ആയാലും നല്ലൊരു തണുപ്പ് ഇവിടെ ഉണ്ടാവും കേട്ടോ. നമുക്ക് അധികം വേനൽ ചൂട് നമുക്ക് അല്ലാതെ ബാധിക്കാറില്ല. ഇതുണ്ടോ അവിടെയൊക്കെ കണ്ടോ നമ്മളെ. പിന്നെ മുകളിലേക്ക് മലയുണ്ട്. മലേൻ്റെ താഴ്വാരത്തിലായിട്ട് കുറേ പാടങ്ങളും കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയമായി നമ്മൾ ചക്ക വെട്ടി വെച്ചിട്ട് ചക്കേൻ്റെ കറൊക്കെ ഏകദേശം പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നത്. പിന്നെ ചക്കയുടെ കറക്ക് നമ്മളെ നാട്ടിൽ വിളഞ്ഞി എന്നാട്ടോ പറയുക. പല നാട്ടിലും പല പേരായിരിക്കും പറയുക. അപ്പോൾ നമ്മളിതിന് വിളഞ്ഞി എന്നാണ് പറയുക. പിന്നെ നമ്മളിവിടെ മലപ്പുറം ജില്ലയിൽ നമ്മൾ ചക്കപ്പുഴുക്ക് എന്നതിൽ പറയുന്നില്ല, നമ്മൾ ചക്ക കൂട്ടാൻ എന്നാണ് പറയുക. നമ്മളെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചക്കപ്പുഴുക്ക് എന്ന് പറയുന്നത്. നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മളിതിന് ചക്കക്കൂട്ടാൻ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഇന്നൊരു ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയതും കൂടി നമുക്കിതിൽ കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചക്ക കട്ട് ചെയ്തിട്ട് 2 ഭാഗമാക്കിയിട്ട് ഇനി അതിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കണം. പിന്നെ നമുക്ക് എന്താ പറയുക പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചുള എടുത്തിട്ട് ചക്കച്ചുള ഓരോന്നായി എടുത്തിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കും. അല്ലാതെ തന്നെ നമ്മൾ ഈ ചക്കൻ്റെ മടലിട്ടാണ്, ഈ തൊലിക്ക് നമ്മളിവിടെ മടലെന്ന് പറയും. അപ്പോൾ ആ മടൽ വെട്ടിയിട്ട് നമ്മൾ മൊത്തമായിട്ട് കുരു മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ വെച്ച് അരിയുന്ന രീതിയും കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ മടൽ ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ വെട്ടി തുടങ്ങുന്നത്. കൊത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നന്നാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊന്നും കൂടി ടേസ്റ്റ് കൂടും എന്നൊക്കെ പറയുന്നു. പിന്നെ കുറച്ചും കൂടി നല്ലതാണെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഒരുപാട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചക്കക്കുരും കൂടി ഇട്ടോ. നമ്മളിതിൽ ചക്ക ഉണ്ടാക്കുമ്പോൾ ഒരു ചക്കക്കുരുവെങ്കിലും ഇടണം എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ചക്കക്കുരും കൂടി തൊലി കളഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചക്ക പുഴുക്കുണ്ടാക്കാനുള്ള ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൂടി ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചക്ക അരിഞ്ഞ് വെച്ചത് ഇനി കുക്കറിലേക്ക് മാറ്റിയുണ്ട്. ചെറിയ കുക്കറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചക്കപ്പുഴുക്ക് ഇത്തിരിയേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് പാകമുള്ള ഒരു കുക്കർ എടുത്ത് അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞളും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. നമ്മൾ കല്ലുപ്പാട്ടാണ് ചേർത്തത്. അതും കൂടി ചേർത്തിട്ട് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 2 വിസിലിൽ ഇത് വേവിച്ചെടുക്കണം. 2 വിസിൽ മതി, അധികമായി പോകരുത്. 2 വിസിലായിരുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് വരും. പിന്നെ നമ്മുടെ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു വിസിൽ തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ 2 വിസിൽ അടിക്കുകയാണെങ്കിൽ ചക്കക്കൂട്ടാൻ നല്ല എന്താ പറയുക കൂട്ടാൻ പരുവത്തിലായി വരും കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞു വരും. ഇപ്പം നമ്മുടെ 2 വിസിൽ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഇതൊന്ന് നമ്മൾ ആദ്യം ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് അവിടെ റെസ്റ്റ് വയ്ക്കുക. ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവിയതും നല്ല ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1 അല്ലി ചുവന്നുള്ളിയും കൂടി നമ്മൾ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അരപ്പ് അധികം അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ കേട്ടോ. വല്ലാതെ അരഞ്ഞു പോയാൽ നമ്മുടെ കൂട്ടാൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഈ എന്താ പറയുക അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കാണിക്കാൻ വിട്ടുപോയി. അങ്ങനെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായി ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ജീരകത്തിൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരും. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഈ ചക്ക കൂട്ടാൻ. അങ്ങനെ ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ചക്കപ്പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചക്ക വേവിച്ച് വെച്ച ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ തന്നെ നല്ല സ്മെല്ല് പുറത്ത് വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമുക്കിത് നന്നായിട്ട് ഇളക്കി നന്നാക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ തന്നെ ഇതൊരു ചക്ക കൂട്ടാൻ ചക്ക കുഴമ്പ് പോലത്തെ രൂപത്തിലേക്കായി വരും കേട്ടോ. നല്ല അടിപൊളി ചക്ക കൂടെയാണ്. അപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചക്ക കേട്ടോ ചക്കപ്പുഴുക്ക്. അങ്ങനെ നമ്മൾ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മളൊരു ചെമ്മീൻ ചമ്മന്തി കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ മത്തിക്കറി ആണെങ്കിൽ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്, ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ. അങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.